ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആസ്ട്രോസ് ബൈ GG. സോ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുന്ന ഉള്ളവർക്ക് അറിയാമായിരിക്കും. നമ്മളിപ്പോൾ 2 മാസമായിട്ട് വീഡിയോ ഇട്ടിട്ട്. ലാസ്റ്റ് നമ്മളെപ്പോഴാണ് എടുത്തത്? എനിക്ക് തോന്നുന്നു ജൂണിലായിരുന്നു. പിന്നെ ജൂലൈയിലൊക്കെ എനിക്ക് പിന്നെ എക്സാംസ് ആയതൊന്നും മുന്നേ ഞാൻ എക്സാംസ് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ മടി പിടിച്ച് ദിവസങ്ങൾ പോണത് എനിക്കറിയാനേ പറ്റില്ല. ഞാൻ എൻ്റെ ചാനലിൻ്റെ കാര്യം ഇങ്ങോട്ട് ആലോചിക്കാറ് പോലുമില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് ഭയങ്കര ഒരു ലേസി ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എനിവേസ്, വി ആർ ബാക്ക്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് കളിക്കാൻ പോണത് എക്സ്പിഡിഷൻ ടു അന്റാർട്ടിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അന്റാർട്ടിക്കേൻ്റെ ഇത് മൗണ്ടെയിൻ, അത് ഇങ്ങനെ മുകളിലോട്ട് കയറി പോവുക. പിന്നെ സ്റ്റീൽ ബ്രെയിൻ റോട്ട് ഞാനിപ്പോൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഉടനെ വരും ഗൈസ്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. പിന്നെ എനിക്കറിയാം, നമ്മുടെ സ്ക്വിഡ് ഗെയിമിൽ പുതിയ അതൊക്കെ ജൂണിൽ 27-ാം തീയതി തന്നെ സ്ക്വിഡ് ഗെയിം സീസൺ 3 ഒക്കെ റിലീസായി. അതൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ ഞാൻ അതിനെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ മടി പിടിച്ച് മറന്നുപോയി. സോ എന്തായാലും നമുക്ക് എക്സ്പിഡിഷൻ ടു അന്റാർട്ടിക്ക കളിക്കാം. ഇനിയും നമുക്ക് സ്ക്വിഡ് ഗെയിം സമയം കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് കളിക്കാം. ഞാൻ കളിച്ചിട്ട് നോക്കാം. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടെ സ്ക്വിഡ് ഗെയിമൊന്നും കളിക്കാറില്ല. മെയിൻലി സ്റ്റീൽ ബ്രെയിൻ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഐ എം പ്ലേയിങ് ദാറ്റ്. സോ നമുക്ക് എന്തായാലും എക്സ്പിഡിഷൻ ടു അന്റാർട്ടിക്ക കളിച്ച്, ഇത് കുറേ യൂട്യൂബിൽ ഇപ്പോൾ കുറേ ആൾക്കാർ കളിച്ച് നോക്കിയപ്പോൾ കളിക്കുന്നുണ്ട്. യൂട്യൂബിൽ കുറേ ആൾക്കാർ കളിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ നമുക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ കുറേ കാലമില്ല നമ്മുടെ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ഓൺ പ്ലേ. ഏതായിട്ട് അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് സൗണ്ട് വന്നിട്ട് കണ്ടിട്ട് പാടാണ് ആൾക്കാർ കളിക്കുന്ന കണ്ടിട്ട്. ഇവിടെ കൺട്രി റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയല്ല. ഇന്ത്യ അല്ലാതെ ക്ലെയിം ചെയ്താണ്. ഓക്കെ, ഞാൻ അത് ഒരൊറ്റ നമുക്ക് ഈ ഒരു ഇത് ഞാൻ ഇട്ടു. ഇത് എനിക്ക് അറിയാൻ പറ്റില്ല. ബാഗ്, ഹെൽമെറ്റ്, അതൊക്കെ എന്തോ ഉണ്ട്. ബൂട്ട്സ് ഞാൻ എടുത്തിട്ടു. എനർജി പറയുന്നു. ഇതൊരു സ്റ്റോറേജ് ഫുള്ളാണെങ്കിൽ മറ്റേ നമുക്ക് മിഷൻസ് ഉണ്ട്. അവർ പറയണത് നമ്മൾ ഒരു എക്സ്പിഡിഷൻ പോകണം, എന്നാലേ നമുക്ക് മിഷൻസ് കിട്ടുള്ളൂ. നോക്കാം. ഗൈസ്, ഇപ്പോൾ രാത്രി 9 മണിയായി ഗൈസ്. അല്ല, ഇപ്പോഴത്തെ 9 മണിയല്ല, ഈ 9. ഓക്കെ, ഇതാണ് പോകേണ്ടതെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഫ്ലാഗ് എടുക്കാൻ പറ്റില്ലല്ലേ? ഓക്കെ. ഓ മൈ ഗോഷ് ഗൈസ്, ഇത് നിങ്ങളിപ്പോൾ ഏറ്റവും ഞാൻ ഈ സാധനം ക്ലോസ് അടിക്കട്ടെ. ഏറ്റവും നിങ്ങൾ റൈറ്റ് കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ബാറ്, എന്താ പറയുക, വാട്ടർ എത്ര വേണം, പിന്നെ എനർജി, അതൊക്കെ കാണിക്കുന്നു. പിന്നെ അതിൻ്റെ മുകളിലൊരു ബോക്സിലും നമ്മുടെ അന്റാർട്ടിക്കയുടെ ആൾട്ടിറ്റ്യൂഡ് അതൊക്കെ ചെക്ക് ചെയ്യാണ്. പിന്നെ ഡിഗ്രി സെൽഷ്യസ് എത്ര തണുപ്പുണ്ട് അതൊക്കെ കാണിക്കുന്നു. നമുക്ക് എന്തായാലും ഇതിപ്പോൾ കയറാം. രാത്രി ആയതുകൊണ്ടാണ് കണ്ണൊന്നും കാണുന്നില്ല. ഞാൻ ചാകും. അന്റാർട്ടിക്കയിൽ ശരിക്കും എന്താ പറയുക, വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ തണുത്ത് മരിക്കും. എൻ്റെ പൊന്നു, എന്ത് തണുപ്പായിരിക്കും. ഈശ്വര, നിങ്ങൾ കണ്ട ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ കാൽപ്പാട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ അറിഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അന്റാർട്ടിക്ക അല്ല, മൗണ്ട് എവറസ്റ്റ് ഞാൻ യൂട്യൂബിൽ കണ്ടാണ്. അവിടെ ഡെഡ് ബോഡീസൊക്കെ വെച്ചിരിക്കുകയാണ് മാപ്പായിട്ട്. ഏതോ ഒരാൾ പോയി മരിച്ച അയാളിത് ഇതാക്കി. ഓക്കെ, ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ എക്സ്പ്ലോർ
സോ ഗൈസ് ഞാനിപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അത് വെച്ചിട്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. എൻ്റെ അനിയൻ കാരണം ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാക്കും. ഈ ഒരു ഒബ്സ്റ്റക്കിൾ കഴിഞ്ഞ് എൻ്റെ സൗണ്ട് വരും. അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഒബ്സ്റ്റക്കിളാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ വീട്ടിൽ ഭയങ്കര റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റുന്നു. അത് മെയിൻലി ഈ വീട്ടിലത്തെ പ്രശ്നമാണ്. അത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തായാലും കേൾക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ എന്താണ്? നമ്മൾ ഒരു എക്സിബിഷൻ തീർത്താലേ നമുക്ക് ഈ വഴി കൂടെ പോകാൻ പറ്റും. ഞാൻ കണ്ട ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സാധനം വെച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ട് തിരിയണോ അവിടെയൊക്കെ ലൈറ്റ് വെക്കും. ഒന്ന് പെട്ടെന്ന് രാവിലെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് കണ്ണ് കാണാം. ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ കല്ലില്ല. ഇവിടെ നോക്കി നിങ്ങൾ കാണാൻ ഒരുപാട് മരിച്ചു. ഞാനിപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് OP ഒക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നാലും എപ്പോൾ ചാവും വലിയ ചാട്ടം. ഓക്കെ, മാസ്റ്റർ അന്റാർട്ടിക് ഗ്ലേസിയർ. അപ്പോൾ രാവിലെ ഐസിയിലാട്ടോ ഇവിടെ സ്ലിപ്പ് എടീ കൊടും. ഇവിടെ കണ്ട ഭയങ്കര ഫോഗ്. തണുപ്പല്ലേ, ഫോഗ് ഉണ്ടാവും. നമുക്ക് പിന്നെ ആരെങ്കിലും വേണോടി. പക്ഷെ അറിയാൻ പറ്റില്ല നമ്മൾ കറക്റ്റ് വഴി കൂടെയാണോ. നമ്മുടെ കയ്യിൽ മാപ്പുണ്ട്, അത് കണ്ടോ, അതാണ് മാപ്പ്. സോ ഇതിൽ നമുക്ക് 4 ക്യാമ്പ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. 1 2 3 4 ക്യാമ്പുണ്ട് നമുക്ക്. എന്താ പറയുക, പിന്നെ നിങ്ങളിപ്പോൾ ആ ഒരു ബോട്ടം റൈറ്റ് കോർണറിൽ നോക്കിയാൽ എൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ കുറയും. അതിനെ തണുപ്പ് വരുമ്പോൾ ഹാർട്ട് റേറ്റ് കുറയും. അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ പറയണത് എത്താനോ ശരിയാണെങ്കിൽ. എന്തായാലും ഞാൻ കുറച്ച് വെള്ളം കുടിക്കുകയാണ്, എൻ്റെ ആ ഒരു വാട്ടറിൻ്റെ ആ ഒരു ഇതൊന്ന് കൂട്ടാനായിട്ട്. ഓക്കെ, സോ നമ്മൾ 100% വാട്ടർ ആയി. എന്താ സംശയം? നമ്മൾ എൻ്റെ സൗണ്ട് ഒന്ന് പോയി. ഓക്കെ, ഇതെന്താണ്? ഓപ്പോ ഇവിടെ നിന്നൊക്കെ ചത്താൽ നല്ല രസമായിരിക്കും. ഓക്കെ 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 നിങ്ങൾ ഓക്കെ, ഇതെവിടെ ഒരുത്തൻ്റെ ഹെൽത്ത് കണ്ടടി. ഇപ്പം നമ്മൾ ഈ മാപ്പ് നോക്കി പോവാണ്. ഓക്കെ, ഈ മാപ്പ് നോക്കി പോയാൽ അവിടെ എവിടെയെങ്കിലും എത്തല്ലേ മോനെ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എവിടെയാണ് പോകണ്ടേ? കടയാണ്. അയ്യോ, ഇവിടെ നിന്നൊക്കെ ചത്താണ്ട് രസമായിരിക്കും. ഓ മൈ ഗോഷ്. ഓക്കെ, നമ്മൾ വേറൊരു സ്ഥലത്തെത്തി. ഇതെന്താണ് ഈ മൗണ്ടെയിൻ ഏരിയാസ്. അയ്യോ, ഞാൻ വിചാരിച്ചാൽ അവിടെ താഴെ കുഴിയാണ്. നിങ്ങൾ വീണെന്നെങ്കിൽ നല്ല ഇതെന്നെ ഗൈസ്. ഓക്കെ, ഇവിടെ എന്തോ ഒരു പാല് ഇങ്ങോട്ട് മുകളിലോട്ട് വഴിയുണ്ട്. എന്താണ് ഗൈസ് പ്രശ്നം? നമുക്ക് തന്നെ മാപ്പ് അറിയാൻ പറ്റില്ല. വാട്ട് ബ്രോ, വാട്ട് കൈൻഡ് ഓഫ് ഗെയിം ഇസ് ദിസ്? അയ്യോ, ഈ പാലൊക്കെ അനങ്ങാണ്. വേഗം പോയില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ എടി ഇതെന്താണോ ഇത്? ഇവിടെ നിന്ന് ജമ്പ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറയരുത് പ്ലീസ്. എൻ്റെ അടുത്ത് പറയരുത് ഇവിടെ നിന്ന് ജമ്പ് ചെയ്യണം. അയ്യോ, ഞാൻ ഇപ്പോൾ വീണേ. ഓക്കെ ഗൈസ്, നമ്മുടെ ക്യാപ്പ് പോയിന്റ് ഇതാണ് ചെക്ക് പോയിന്റ്. ഓക്കെ, നമുക്ക് ചെക്ക് പോയിന്റ് എടുക്കാം. യെസ് ഗൈസ്, ചെക്ക് പോയിന്റ്. എൻ്റെ 125 പോയിന്റ്സ് ഉണ്ട്.
ഓക്കെ, ഇവിടെ നമുക്ക് എനർജി ബാറൊക്കെ വാങ്ങിക്കാം. ഞാൻ എനർജി ബാറൊന്നും വേഗം കഴിച്ചു. എനർജി ബാറും കൂടെ രണ്ടെണ്ണം എടുക്കാൻ പറ്റില്ല. പക്ഷേ അതെടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതൊന്നും എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് എടുക്കാൻ പറ്റും. ഇല്ലടാ, പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻവെൻട്രിന്ന് ഞാൻ സാധനം ഓക്കെ. നമുക്കിവിടെ കിടക്കാം കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കാം. ഓക്കെ, മതി ഇനി ഉറക്കം മതി. നമ്മളിവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ള പരിപാടിയൊന്നും നടക്കില്ല. ഇവിടെ നമുക്കത് ഇത് മാറ്റണോ നമ്മള്? അതിനാണ് ഇവിടെ ചെയ്യണം. എനിക്കറിയാം. വീണ്ടും ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് ഈ ഒരു ഇത് കാരണം. ഓക്കെ, സോ ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ശരിയാക്കി. സോ ഇനി വീഡിയോ കൊണ്ടുപോകും. ഓക്കെ, പിന്നെ ലക്ഷറി 10 എന്നത് ഓക്കെ അറിഞ്ഞോളാം. യെസ്, ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഇന്ന് നമ്മളൊരു ക്യാമ്പ് 3 എങ്കിലും 2 3 എത്തിച്ചിട്ട് നമ്മൾ പോകും. ഓക്കെ, നമുക്കിനി പോവാം. നമുക്ക് പിന്നെ ഇതൊക്കെ എമർജൻസി ഗൈസ് നമ്മൾ തിരിച്ചു. ഓക്കെ, നമ്മളിപ്പോൾ എന്താ പറയുക, ഇത് കാരണം ഇപ്പോൾ നമ്മൾ എവിടെ പോകണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. Which side should I go? ഞാൻ വെള്ളം കുടിക്കട്ടെ. എൻ്റെ വാട്ടർ ബോട്ടിൽ 6. ഇവിടെ നമുക്ക് വെള്ളം ഗൈസ്, നമുക്ക് ഇവിടെ വെള്ളം നിറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങോട്ടല്ലേ പോകണ്ട. ഓക്കെ, പെട്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് സ്ഥലമൊന്നും കിട്ടില്ലല്ലോ. നമ്മളാദ്യമായിട്ടില്ലേ. ഓ ഗൈസ്, കാറ്റാണ് ഇത്ര സ്ട്രോങ്. ഞാൻ അൺട്രാക്ടിക്കൽ താഴെക്കൂടെ പോകാൻ പറ്റില്ലേ? ഓ യെല്ലോ, അതാണ് അവർ പറഞ്ഞ യെല്ലോ ലാഡേഴ്സ് ഒക്കെ. കുറച്ച് പാടാണ്, ടഫ്, ഭയങ്കര കാറ്റ്. ജമ്പ് ചെയ്താലാണ് അതിനേക്കാളും വലിയ പ്രശ്നം. പറ്റില്ല. നമ്മൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെയല്ല ജമ്പ് ഇവിടെ. യവനൊന്നും ഒരു സ്യൂട്ട് കിട്ടില്ല. അയ്യോ ഗൈസ്, ഭയങ്കര കാറ്റ്. അനങ്ങാൻ പറ്റുന്നില്ല. താഴോട്ട് അങ്ങോട്ട് ഒറ്റ പോക്കിലും പോവുക. ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി ഇത് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഓൾ ഗൈസ്. നമ്മൾ പോകെ എന്താ പറയുക, അത് പാടായി വരും എന്നാണ് എൻ്റെ അറിവിൽ.
ഇതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊക്കെ എത്ര ഹോബി ചെയ്തിരിക്കും. അയ്യോ ഞാൻ താഴെ കുറേ ഹോബി ചെയ്തിട്ടും കാര്യമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഗൈസ്. അത് അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഇത്രയും വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹോബി പ്ലെയർ കൂട്ടി ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ വീണ് കഴിഞ്ഞാൽ അത് വെച്ചെടുക്കും. ഓക്കെ അങ്ങോട്ടാണല്ലേ. ഓ ഇവിടെയും മറ്റേ ഐസി ലാഡർ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അയ്യോ ഇതിനൊക്കെ കാറ്റും ഉണ്ടോ? അയ്യോ അതുമല്ലടാ കാര്യം നമ്മുടെ താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് പോകുന്നുണ്ട്. ഓക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ഞാൻ കാറ്റായതുകൊണ്ടേ ഞാൻ ചാടിക്കഴിഞ്ഞാൽ വീഴും വെച്ചിട്ടാണ്. ഓ മൈ ഗുഡ്നസ്. ഓക്കെ നമ്മൾ എത്തിച്ചു. അതെന്താ അവൻ AFK നിൽക്കുക? അന്റാർട്ടിക്ക. അയ്യോ ഇതെന്താ ഇങ്ങോട്ട് കാരണം ഐ തിങ്ക് അറിഞ്ഞൂടേ. ഇവനെന്താ ഇവൻ്റെ 4ാമത്തെ എക്സിബിഷനാണ്. ഇതൊക്കെ ചാടുമെന്ന് എൻ്റെ ടാസ്കടി. എനിക്ക് എക്സ്പെഡിഷൻ ഫുള്ള് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ തീർക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ഇത് ഫുള്ള് പാർട്സ് ഉണ്ടാകുന്നതിന് ഒരു ഭയങ്കര സമയം എടുക്കും. ഇതൊക്കെ എനിക്കറിഞ്ഞൂടെ വഴി ആണോ? ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. എൻ്റെ ഹെൽത്ത് ഭയങ്കര ലോയാണ്. ഹെൽത്തല്ല സോറി വാട്ടർ ലെവൽ. ഓക്കെ 50%. ഓക്കെ ഇതെന്ത് കുഴിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. എടേ ഗൈസ് ഞാൻ പെട്ടുപോയാ. ഓക്കെ ഈ വഴി ഉണ്ടല്ലോ ഒരു എൻട്രൻസ്. ഞാൻ വന്ന വഴി തന്നെയാണോ? ഞാൻ വന്ന വഴിയാ. ദിസ് ഈസ് സേഫ്. ഇത് അബാൻഡൻ. അപ്പോൾ ഇതാണ് സേഫ്. ഓക്കെ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ. ഓ ഞാൻ ഇങ്ങനെയല്ലേ വരണ്ടേ? ഓക്കെ 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 കറക്റ്റ് കറക്റ്റ്. അപ്പം നമ്മളിപ്പോൾ എവിടെയാണെന്ന് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ക്യാമ്പ് 1 കഴിഞ്ഞു. അപ്പം നമ്മൾ കേവിലാണ്. ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ്. ഓക്കെ നമ്മൾ എത്തിച്ചു. ഒരാളുടെ ഡെഡ് ബോഡി ഇല്ല താഴെ കിടക്കുന്നത്. ഇതെന്ത് ഇങ്ങനെ കേണി ആരെ കൊണ്ട് ഇങ്ങനെയൊക്കെ വെറുതെ മനുഷ്യനെ കൊല്ലാൻ. ഇതെന്ത്? ഓ മൈ ഗുഡ്നസ്. ഈ വഴി പോകാനാണ് ഇവർ പറയണത്. സത്യമാണോ കള്ളമാണോ ആർക്കറിയാം. അത് നമ്മളെത്തി ക്ലൗഡ് മേക്കർ. ഈ ഗെയിം ഉണ്ടാക്കിയതിനെ ഈ അന്റാർട്ടിക്കേനെ പറ്റിയിട്ട് നല്ലോണം റിസർച്ച് ചെയ്തിട്ടാണ് ഇതാക്കിയത്. ഓക്കെ നമ്മളിപ്പോൾ എങ്ങടാ പോകേണ്ടത്? ഇവിടെ വേറൊന്നും കാണുന്നില്ല. ഇതെന്താ അവിടെ ബ്ലോക്ക് അവന്മാരെന്തോ ഇൻവിസിബിൾ ബ്ലോക്ക് വെച്ചിരിക്കുക. ആ വഴി പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. എടേ ഇതിപ്പോൾ ഏത് വഴിയാണ് പോകണ്ടേ? നമുക്ക് മനസ്സിലാവുന്നില്ല. ഓ ഇങ്ങോട്ട് താഴെ. അതൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനാണ് ഇവർ ഈ കമ്പ് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഫോഗ് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് വേണ്ടേ ഗൈസ്? ലിമിറ്റില്ല അതാണ്. ഓക്കെ അപ്പോൾ ഈ കമ്പ് ഫോളോ ചെയ്യണം നമ്മളൊക്കെ. ഇത് ക്യാമ്പ് 2 ആണോ? ഞാനിപ്പോൾ എവിടെയാണ് ഗൈസ്? ഓ ഇനി വെഹിക്കിൾ ഓടിച്ചിട്ട് പോകണം. ഓക്കെ ഓക്കെ ഇനി മനസ്സിലായി. നമുക്കിവിടെ സ്ലീപ്പ് ചെയ്യാം. വാട്ടർ ബോട്ടിൽ ഫില്ലായി. നമുക്ക് ഓ എനർജി ബാറൊന്നും ഞാൻ കഴിച്ചിട്ട് ഒരു എനർജി
ഇതാണ് വണ്ടി. സ്പോൺ വെഹിക്കിൾ എന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ട്. ഓക്കെ സ്പോൺ വണ്ടി അതാണ് പറയണത്. വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ചു എന്തൊരു കഷ്ടമുണ്ട്. ഒന്നും കൂടെ ഇതാക്കാം. ചെക്ക് പോയിന്റ് വന്നിട്ട് തന്നെ തിരിച്ചു ഉണ്ടാക്കി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഒന്ന് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഒന്ന് ഫിഗർ ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരും. സോ ടാറ്റാ ബൈ.